അച്ഛനെ എന്നോടൊന്ന് ഫ്രണ്ട്ലി ആയിക്കൂടെ? അതൊക്കെ അക്ഷയ അച്ഛനും അവരങ്ങാടെ ഞങ്ങളുടെ അച്ഛനെ വിളിച്ചാണ് കളിക്കുന്നത്. എന്ത് ഫ്രണ്ട്ലിയാന്നറിയൂ? അച്ഛനും ചേട്ടനും ഭയങ്കര കൂട്ടാണല്ലോ. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനും ഫ്രണ്ട്ലി ആവാം. ശരി എന്നാ പറ കുട്ട. കുട്ടനാ പറ. അച്ഛാ, അച്ഛൻ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ശരിക്കും? എന്ത് ബിസിനസ് ആടാ? നമ്മുടെ സുഖേറിന്റെ പണ്ടത്തെ ഇന്റർനെറ്റ് കഫേ ഇല്ലേ, അതൊന്ന് പുതുക്കി പണിത് പുതിയ സിസ്റ്റം ഒക്കെ വെച്ച് ഒരു ഗെയിമിംഗ് വേൾഡ് പ്ലസ് ഇന്റർനെറ്റ് കഫേ. നല്ല സ്കീമാണ് അച്ഛാ. ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ ഗെയിമിംഗ് ഒക്കെ നോക്കി നടക്കണം. അത് പ്ലസ് ഇന്റർനെറ്റ് കഫേ അല്ലേ, ഒരു കാപ്പി കൊടുക്കാം. സത്യം പറയല, എനിക്ക് അച്ഛനെയും ചേട്ടനെയും പോലെ എംപ്ലോയ്മെന്റ് ലൈഫിൽ വലിയ താല്പര്യമില്ല. എനിക്ക് എന്റേതായ മേഖല ക്രിയേറ്റ് ചെയ്ത് ഒരു കിങ്ഡം ഉണ്ടാക്കണം. അല്ല, ഇതിനൊക്കെ നല്ല കാശാവൂലേടാ? ആ ഒരു 5 ലക്ഷം രൂപയൊക്കെ വരുള്ളൂ. അച്ഛനൊരു ലോൺ എടുത്താൽ മതി. അയ്യോ, അത് മതിയോടാ കുട്ടാ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഇടാൻ പോകുന്ന സ്ഥാപനത്തിന്റെ പേരെന്താണെന്നറിയോ? സുനിൽ താമരാക്ഷൻ ഗെയിമിംഗ് വേൾഡ്. കാര്യമെന്ന് വെച്ചാ പിന്നെണ്ടല്ല, 1 വർഷം കൊണ്ട് നമ്മൾ ഈ സ്ഥാപനം അങ്ങ് ഹിറ്റാക്കും. ലോൺ അങ്ങ് അടച്ചു തീർക്കും. എന്നിട്ട് ഞാൻ അടുത്ത ബ്രാഞ്ച് തുടങ്ങും, സുനിൽ താമരാക്ഷൻ ഗെയിമിംഗ് വേൾഡ് 2. അച്ഛാ സീരിയസ് ആണേ. അച്ഛൻ്റെ ഒരു ടൈം. അവന്റെ ഒരു ഗെയിമിംഗ് വേൾഡ്. സ്വന്തമായിട്ടൊരു ജോലി വാങ്ങിക്കാൻ നോക്ക്, എന്നിട്ട് സ്വന്തം പൈസ കൊണ്ട് ഒരു ബിസിനസ് ചെയ്യാൻ നോക്ക്. അവന്റെ ഒരു കിങ്ഡം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കയ്യിൽ നിന്ന് 10 പൈസ കിട്ടുമെന്ന് വിചാരിക്കരുത്. നിന്റെ ചേട്ടനെ കണ്ട് പഠിക്കടാ. അവനിപ്പോ നല്ലൊരു ജോലിയുണ്ട്, സ്വന്തമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. ഇവിടെ അടുത്ത് അച്ഛന്റെ പൈസക്ക് നാട്ടുകാരെ പിള്ളേരെ കളിപ്പിക്കാൻ നടക്കും ഒരു ബിസിനസ്സുകാരൻ. ഇവ എങ്ങനെയാണ് ഈ വീട്ടിൽ വന്ന് പറഞ്ഞത്? എന്തോന്ന് താമരാക്ഷൻ ഗെയിമിംഗ് വേൾഡ്? നന്നായി വളർത്തി കളഞ്ഞു.